ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അതായത് അത് നിങ്ങൾ കരുതുന്ന ഒരു വ്യക്തിയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളൊരു കണ്ടെത്തലാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. ഇന്നത്തെ റീഡിങ്ങിനായിട്ട് നമ്മൾ ഇവിടെ ഒരു 6 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാർഡ് എടുക്കാവുന്നതാണ്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3, 4, 5, 6 ഇതിൽ നിന്നും ഒരു കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാർഡ് തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഇവിടെ ഒരു വ്യക്തി അവരുടെ റിലേഷൻഷിപ്പിനേക്കാൾ മറ്റൊരു കാര്യത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് ഇതൊരു വ്യക്തിയല്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും ആ ഒരു വ്യക്തിയുടെ ജോലി, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, പേഴ്സണൽ ഗോള്, ഇതാണ് ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് കിട്ടുന്നത്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു ചിന്തയുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കാണുന്നില്ല. ആളിൻ്റെ ആ ഒരു വർക്കിലും മറ്റു ഉത്തരവാദിത്തങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത കാർഡ് എടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന്. ഇവിടെ നമുക്ക് ഒരു 3 ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് മുൻപ് ആരിൽ നിന്നോ നല്ല രീതിയിൽ തന്നെ ഒരു ചീറ്റിംഗ് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പെയിനിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും ജീവിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളാണെന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് എടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഏസ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു പുതിയൊരു അട്രാക്ഷൻ, ഒരു പുതിയ എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിനെ അത് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി, ഇവിടെ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത കാർഡ് എടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചാരിയറ്റാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തി 2 വഴികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയിലോട്ട് പോയിട്ടില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഏതോ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു ചാരിയറ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അടുത്ത കാർഡ് എടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഇവിടെ നിങ്ങളുടെ വ്യക്തി കൂടുതലും ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇവിടെ അവർക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് സെൽഫ് പ്രയോറിറ്റി ആണ് ഇവിടെ സ്ട്രോങ്ങസ്റ്റ് എനർജി ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി മറ്റ് കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ആ ഒരു വ്യക്തിക്ക് മാത്രം സ്വയം പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നമുക്ക് കിട്ടുന്നില്ല. അടുത്ത കാർഡ് നമുക്കിവിടെ മെജീഷ്യൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വ്യക്തി അവർ കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ മാനിപ്പുലേഷൻ എനർജി കാണിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു മാനിപ്പുലേഷൻ എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു
മജീഷ്യൻ കിട്ടിയത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഈ ഒരു വ്യക്തി നൽകുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ആക്ഷൻ കുറവാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മറച്ചു വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ട്രൂത്ത് ഈ ഒരു വ്യക്തി ഹാഫ് ഹാഫായി പറയുന്ന ഒരു പാറ്റേണും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ചിലർക്ക് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ചിലർക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ എനർജിയും കാണിക്കുന്നുണ്ട്. ആ ഒരു റീഡിംഗ് ആണ്, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.